ഇത്ര നേരം ചെക്ക് ചെയ്തിട്ട് ഇപ്പൊ ഹായ് ഓൾ, ദിസ് ഇസ് ലാസ്റ്റ് ട്യൂസ്ഡേ ഈവനിങ്. ഇന്ന് ഞാൻ സ്റ്റിച്ച് എടുക്കാൻ വന്നേക്കുവാണ് കേട്ടോ. അപ്പൻ്റെ കൂടെയാണ് വന്നത്. ബാക്കി നിങ്ങൾ തന്നെ കേട്ടോ. അപ്പനാണ് കേട്ടോ എൻ്റെ കാല് പിടിച്ച് കൊടുത്തോണ്ടിരുന്നത്. ഞാൻ കാല് നല്ല രീതിയിൽ തിരിച്ച് വലിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം സ്റ്റിച്ച് ചെയ്തത് അങ്ങോട്ട് ശരിയായിട്ടില്ല. അത് ഇൻഫെക്ഷൻ വന്നതും അതങ്ങനെ അടഞ്ഞിട്ടില്ല. എനിക്ക് ആ മുറിവിൻ്റെ കട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, അത് അടഞ്ഞില്ല. അങ്ങനെ അതേ തിരിച്ച് വീട്ടിൽ വന്നു. ആൻറ്റിബയോട്ടിക്സ് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാലിന്ന് സ്റ്റിച്ച് എടുത്തപ്പോൾ അതെങ്ങനെ പറഞ്ഞു തരാനാണെങ്കിൽ, നനഞ്ഞ പപ്പടത്തിൽ നിന്ന് നമ്മളൊരു നൂല് വലിച്ചെടുത്താൽ ആ പപ്പടം ഇങ്ങനെ കീറി വരത്തില്ലേ, അതുപോലാണ് എനിക്ക് എൻ്റെ പാദം നോക്കിയപ്പോഴത്തേക്ക് തോന്നിയത്. പിന്നെ ഞാൻ നോക്കാണ്ടിരിക്കാനായിട്ട് അവിടെ നിൽക്കുന്ന ചേച്ചിയും വന്ന് നോക്കണ്ടെന്നും പറഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്തോട്ട് ആ ചേച്ചീനെ നോക്കി നിന്നിട്ടാണ് ബാക്കി നിലവിളിയൊക്കെ നിലവിളിച്ചത്. ഇതിൽ ഒച്ചത്തിൽ ഞാൻ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി കേട്ടോ. ഇറങ്ങാൻ നേരത്തെ ഞാൻ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ വീടിന് പുറകിൽ എവിടെയെങ്കിലും വാതിലുണ്ടോ, ഞാൻ അതിലേ പോയിക്കോളാമെന്ന്. കാരണം അവിടെ ഇരുന്നവരൊക്കെ കുറച്ച് കഴിഞ്ഞപ്പം ഡോക്ടറുകൾ ഡോറൊക്കെ പൂട്ടി. അത്രയ്ക്ക് ഞാൻ ഒച്ചയെടുത്തു. സ്യൂച്ചർ സാധാരണ ഉണങ്ങിയ മുറിവുന്ന് സ്യൂച്ചർ നല്ലപോലെ അല്ല, നമുക്കധികം ആ നൂല് ലൂസ് ഔട്ട് ചെയ്യുന്ന ഫീല് മാത്രമേ നമുക്ക് കിട്ടാറുള്ളല്ലോ. ഇത് പക്ഷേ വളരെ പെയിൻഫുള്ളായിരുന്നു. അപ്പോൾ ഇനി ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ത്രെഡ് അവിടെ ഇരുന്നാലും അത് ഇൻഫെക്ഷൻ ആവും. അതുകൊണ്ട് അത് എടുത്തേ പറ്റത്തുള്ളൂ. ഇനി പിന്നെ അത് തമ്മിൽ ആ മുറിവിനി ചേരത്തില്ല, പകരം അവിടെ സ്കിൻ ടിഷ്യൂ വന്ന് അതങ്ങ് ഇതാവും. അപ്പോൾ ഇനി നമ്മൾ ഒരു വീക്കും കൂടെ ഡ്രസ്സ് ചെയ്യണം. ഡാറിൽ രാവിലെ തന്നെ സൈക്ലോൺ ചവിട്ടി ഇങ്ങെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പോയിട്ട് പാസ്പോർട്ട് മേടിക്കണമായിരുന്നു. അങ്ങനെ മാമനും മോനും കൂടി ഉച്ചയ്ക്ക് പോയി അതൊക്കെ മേടിച്ചു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇവന്മാർക്ക് രണ്ടുപേർക്കും കടപ്പുറത്ത് പോയി കളിക്കണം എന്ന് പറഞ്ഞിട്ട് ആലനും ഫ്രണ്ട്സും അപ്പനും എല്ലാവരും കടപ്പുറത്തായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ സ്റ്റിച്ച് എടുക്കേണ്ട ദിവസം അല്ല, നമ്മൾ ഡ്രസ്സ് ചെയ്യാനായിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് പോകേണ്ട ദിവസമായിരുന്നു. അങ്ങനെ പോയി വിളിച്ചപ്പോഴാണ് അതിന് ഇൻഫെക്റ്റഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് ആ സ്റ്റിച്ചിങ് എടുക്കാമെന്നൊക്കെ തീരുമാനിച്ചു. അതങ്ങ് എടുത്തത്. കടപ്പുറത്തൊക്കെ പോയി കളിച്ചിട്ട് വന്ന ആൾക്കാർക്ക് നല്ല ക്ഷീണവും തളർച്ചയും. അപ്പോൾ ചോറ് വേണ്ട, പുട്ടും വേണ്ട, ചപ്പാത്തിയും വേണ്ട, പൊറോട്ട വേണം. അങ്ങനെ പിന്നെ ഞാൻ കണ്ണമ്മോനെ വിളിച്ചിട്ട് അവൻ പോയി പൊറോട്ട മേടിച്ചിട്ട് വന്നു. അവൻ വിളിച്ചിട്ട് ഞാൻ കേട്ടില്ല, കിച്ചണിലായിരുന്നു. അപ്പോൾ അവനത് മതിൽ ചാടിയിട്ട് അവിടെ വന്ന് നിലുവിൻ്റെ അടുത്ത് കൊടുത്തു. അതാണ് ഞാനിപ്പോൾ അകത്തോട്ട് കൊണ്ടുവന്ന കവർ. അവർ തന്നെ എല്ലായിടത്തും സെറ്റൊക്കെ ചെയ്ത് വെച്ചു. ഞാനിപ്പോൾ ഇരുന്നുള്ള ഇൻസ്ട്രക്ഷൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ സൂപ്പർവൈസർ മോഡിലാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഈ വീട്ടിൻ്റെ അകത്ത്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഈ രസവും സാമ്പാറും എന്തെങ്കിലും കറികളൊക്കെ ഈ കരണ്ടി ഇട്ട് ഇളക്കുന്നത്. പക്ഷേ ഇന്ന് താഴെ സ്പില്ല് ചെയ്തൊന്നും ഇല്ല കേട്ടോ. നല്ല അഴകോടെ ഇരുന്ന് ചെയ്തോളും, താഴെയൊന്നും ഇടാതെ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു. കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് രണ്ടുപേരുടെ മൈൻഡിൽ ഒരു ഐഡിയ പൊട്ടി മുളച്ചത്. നാളെ, ദിസ് ഇസ് ആക്ച്വലി ഫെബ്രുവരി 24, ഫെബ്രുവരി 25 ആലൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നൈറ്റ് ഞങ്ങൾ ഇങ്ങനെ സർപ്രൈസായിട്ട് കേക്ക് കട്ട് ചെയ്യാം 12 o'clock എന്നൊക്കെ ഒരു ഐഡിയ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇവിടെ അടുത്തുള്ള കടയിൽ ഇനിയിപ്പോൾ ടീ കേക്ക് കിട്ടും. നമ്മുടെ അടുത്ത് മരിയ ബേക്കറി എന്ന് പറഞ്ഞൊരു ബേക്കറി ഉണ്ട്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ മരിച്ചതുകൊണ്ട് അതിപ്പോൾ ഓപ്പൺ ചെയ്യുന്നില്ല. അങ്ങനെ ടീ കേക്ക് മേടിക്കാൻ 50 രൂപയും കൊടുത്ത് വിട്ട ആൾക്കാർ ഒരുത്തനെ കടയിൽ നിർത്തി വേറൊരുത്തൻ തിരിച്ചു വന്നു. അവിടെ മുടവങ്ങിൽ പോയി ജംഗ്ഷനിൽ പോയിട്ട് 150 രൂപയുടെ കേക്ക് മിക്സ് അവിടെ ഉണ്ട്, അപ്പോൾ 100 രൂപയും കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് ഡയറിൽ തിരിച്ച് വന്ന് വീണ്ടും കൊണ്ടുപോയി കട അടപ്പിക്കാതെ കേക്ക് മിക്സും വാങ്ങിച്ച് വീട്ടിൽ വന്നു. ആൻഡ് ഡാരൽ ഇസ് കൈൻഡ് ഓഫ് ആ ഹോം ബേക്ക്. അവൻ നല്ല രീതിക്ക് ഉണ്ടാക്കും.
പിന്നെ ചേട്ടൻ എപ്പോഴും എബ്രോഡിൽ നിന്ന് വരുമ്പോൾ അവന് കേക്ക് ഉണ്ടാക്കാനായിട്ട് കേക്ക് മിക്സ് കൊണ്ടുവരികയും ചെയ്യും. എങ്ങനെ ബാറ്ററിൽ വെള്ളം കൂടിപ്പോയി എന്നുള്ളത് എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് മനസ്സിലായത്. ഡാറിൽ അതിനകത്ത് ഒഴിക്കാനുള്ള വെള്ളം കറക്റ്റായിട്ട് അളന്നൊഴിച്ചിട്ട് ആ ഗ്ലാസ് അവിടെ വെച്ചത് ആ കുരുപ്പ് പോയി ബാക്കി വെള്ളം അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു. അല്ലെങ്കിലും ഇപ്പോൾ ഈ കേക്ക് മിക്സിന് നമ്മൾ എബ്രോഡിൽ നിന്ന് ചേട്ടൻ കൊണ്ടുവരുന്ന മിക്സിൻ്റെ അത്ര ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഗുഡ്. അത് കേക്ക് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഇതത്ര പൊന്തി വരില്ല. അവൻ ഇവിടുന്ന് വീട്ടിൽ സൈക്കിളിൽ പോയി ആ കേക്ക് മിക്സ് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. ഇനി നൈറ്റായി, ഇനി അങ്ങ് വരെ പോകണ്ടെന്ന് പറഞ്ഞതിനാണ് എൻ്റെ അടുത്ത് പറയാതെ രണ്ടും കൂടെ ജംഗ്ഷൻ വരെ പോയത്. അങ്ങനെ കേക്ക് മിക്സ് ഒക്കെ റെഡിയാക്കി അത് അവനിലേക്ക് വെച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ പരിപാടി ഒരു സർപ്രൈസ് ആയതുകൊണ്ട് തന്നെ അവർ കടപ്പുറത്ത് നിന്ന് എണീറ്റ് ഇങ്ങോട്ടേക്ക് നടക്കുമ്പോഴേക്ക് സിഗ്നൽ തരാനായിട്ട് വിസിലുമായിട്ട് 2 ആൾക്കാർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. 2 പടയാളികൾ, ഒരു കാലാളും ഒരു അരയാളും കുക്കൂന്നിലും. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് എന്നെ വിളിക്കണം, എനിക്കൊന്ന് മിക്സ് ചെയ്യണമെന്നും പറഞ്ഞ് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് കുക്കുവിനെ ഒന്ന് വിളിച്ച് അതൊന്ന് മിക്സ് ചെയ്യിപ്പിച്ചിട്ട് വീണ്ടും അവിടെ കാവലിന് കൊണ്ടുപോയി നിർത്തി കേട്ടോ. കറക്റ്റായിട്ട് ഇവിടെ വിപ്പിംഗ് ക്രീമും റെഡിയായി, കേക്കും റെഡിയായി കഴിഞ്ഞ് അതിൻ്റെ ലെയർ ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നൈസായിട്ട് ഒരു ലെയറൊക്കെ മാറ്റി ഞങ്ങളൊരു വേറൊരു പ്ലേറ്റിലൊക്കെ ആക്കി അങ്ങോട്ട് കഴിഞ്ഞ് അപ്പുറത്ത് ഷുഗർ സിറപ്പ് അമ്മ റെഡിയാക്കി തരുന്നുണ്ട്. ഇത്രയും ആയപ്പോഴത്തേക്ക് ആലനും ടീംസും എത്തി. സിഗ്നൽ തരാൻ വന്നവർ വന്നതും ഗേറ്റ് തുറന്നതും ഒരുമിച്ച്. ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ഇവിടെയൊക്കെ അങ്ങ് മാറ്റി പറ്റുന്നതൊക്കെ ഞാൻ ആ സ്ലാബിൻ്റെ അടിയിലോട്ട് വെച്ചു. സിറപ്പും വിപ്പിംഗ് ക്രീമും ഒക്കെ ഇപ്പുറത്തേക്ക് എടുത്ത് വെച്ചു. ലില്ലിയമ്മച്ചിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സകല സംഭവങ്ങളും ഭൂമിന്യായം ചെയ്ത് എവിടെയൊക്കെയോ പൂഴ്ത്തി വെച്ചു. അപ്പോഴത്തേക്ക് അപ്പൻ ആദ്യം അകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി നിലൂനും ഡാരലിനും ഒക്കെ പിച്ചി കൊടുക്കുന്നുണ്ടായിരുന്നു. ആലൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്ക് നമ്മൾ 20 പൊറോട്ടയല്ലേ മേടിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് പൊറോട്ടയുണ്ട്, അവർ പുറത്ത് പോയി കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഇത് കഴിച്ച് തീർന്നിട്ട് വേണമെങ്കിൽ ജ്യൂസ് എല്ലാം വേണമെങ്കിൽ പുറത്ത് പോയി കുടിക്കണം. എൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതായത് ഇനിയിപ്പോൾ ഇവർ കഴിക്കാൻ വന്നത് ഒരു 10-15 ആയപ്പോഴാണ്. അപ്പോൾ ഇവരിനി പുറത്ത് ജ്യൂസ് കുടിക്കാനൊക്കെ പോവുകയാണെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ എനിക്ക് കേക്ക് സെറ്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു ആവശ്യമില്ലാത്ത സമയത്ത് ചിലർക്ക് കൊടുക്കത്തെ സ്നേഹമായിരിക്കത്തില്ലേ, അതുപോലെ ആലൻ ഞാൻ എൻ്റെ ഞൊണ്ടിയായ ഭാര്യനെയും കൊണ്ട് ജ്യൂസ് കുടിക്കാൻ പോകുന്നുള്ളൂ എന്ന്. അങ്ങനെ പിന്നെ ഞാനും മക്കളും ഫ്രണ്ട്സും അപ്പനും എല്ലാവരുമായിട്ട് പോളയത്തോടുള്ള അൽ റയാനിൽ ജ്യൂസ് കുടിക്കാൻ പോയി. നിലുവും കയറിയിട്ടുണ്ട് വണ്ടിയിൽ. നിലു ഇട്ടേക്കുന്ന ഡ്രസ്സ് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. 538 രൂപ ആണ് അതിൻ്റെ ഒരു സെറ്റിന് വില വരുന്നത് കേട്ടോ. പിന്നെ അത് അഫോർഡബിൾ ആണ്, കാരണം ഒരു പാക്കറ്റിൽ എനിക്ക് 34 എണ്ണം കിട്ടും. അപ്പോൾ ഇതാണ് കോലം. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ചിരി വന്നു. പിന്നെ ഈ നൈറ്റ് റൈഡിലും നൈറ്റ് വാക്കിലും ഒക്കെ ഇതൊക്കെ അലൗഡ് ആണല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇത് ജ്യൂസ് കുടിക്കാനായിട്ട് വന്നു. അപ്പനും എബിയും ജെയ്സനും കൂടെ അപ്പുറത്ത് ഷവർമ വേണമെന്നും പറഞ്ഞിട്ട് അവർ നേരെ കുട്ടി തേവാങ്കുമായിട്ട് അപ്പുറത്ത് പോയി. ഞങ്ങളിവിടെ ഷമാം, അവക്കാഡോ, ലൈം ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത്. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഷവർമയായിട്ട് ആളെത്തി. ഇന്ന് മൊത്തം സ്നേഹമായിരുന്നു. നിലൂന് ചപ്പാത്തി കൊടുക്കുന്നു, ഡാരലിന് ചപ്പാത്തി വാരി കൊടുക്കുന്നു, ഇവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നു. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് എബിയുടെ അടുത്തും ജെയ്സൻ്റെ അടുത്തും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. തിരിച്ച് വരുമ്പോൾ കുറച്ച് നേരം അലനെ ഒന്ന് പുറത്ത് നിർത്തി തരണം, കേക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് റെഡിയാക്കാനുണ്ട് എന്ന്. അങ്ങനെ അവരത് കണക്ക് തന്നെ വന്നപ്പോഴത്തേക്ക് അലനെയും കൊണ്ട് വീണ്ടും പുറത്ത് എന്തൊക്കെയോ വർത്താനം പറഞ്ഞ് പുറത്ത് പോയി നിന്നു. ഞങ്ങൾ ഓടി പിടച്ച് വന്ന് നോക്കിയപ്പോൾ ഷുഗർ സിറപ്പ് മൊത്തം ഉറുമ്പ് കയറി. അപ്പോൾ പിന്നെ അതങ്ങ് സ്കിപ്പ് ചെയ്തു. അല്ലെങ്കിൽ മധുരം ഉണ്ട് കേട്ടോ, അത് ഇടണം എന്നില്ല. കേക്കിനെ സോഫ്റ്റ് ആക്കാനാണ് അത് യൂഷ്വലി ചെയ്യാറ്. നടുക്കത്തെ ലെയറിലും മേലെയും വിപ്പിംഗ് ക്രീമൊക്കെ വെച്ചിട്ട് പുറത്ത് ജെംസൊക്കെ വെച്ച് അലങ്കരിച്ച് പിന്നെ ചോക്ലേറ്റ് സിറപ്പ് കൊണ്ട് ഒരു റൗണ്ടും വരച്ചു. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അങ്ങനെ രാത്രി ഒരു 12-10 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. ആദ്യത്തെ പീസ് കുക്കു സാറിനുള്ളതാണ് കേട്ടോ. അലൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി ഞാൻ പറയും അത് കുക്കുവിനെയാണെന്ന്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാനും നിലുവും ഒക്കെ. എനിക്ക് നല്ല പെയിൻ കില്ലേഴ്സും ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ, ഉച്ചയ്ക്കും രാത്രിയൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ എഫക്റ്റൊക്കെ ആണെന്ന് തോന്നുന്നു. പ്ലസ് ഇങ്ങനെ ഒരു ജോയസ് മൊമെൻ്റ് ആണല്ലോ. എനിക്കങ്ങനെ കാലിൽ വേദനിക്കുന്നേ ഉണ്ടായിരുന്നില്ല.
പിന്നെ ഞാൻ ആലൻ്റെ ഞങ്ങൾ ജയ്പൂർ പോയപ്പോഴത്തേക്ക് തണുപ്പ് കാരണം മേടിച്ചൊരു ചെരുപ്പുണ്ടായിരുന്നു. അതാണ് എൻ്റെ ഇപ്പോഴത്തെ കംഫർട്ട് വെയർ. എൻ്റെ കാല് ചരിച്ച് അതിനകത്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അതാണ് അവിടെ താഴെ കിടക്കുന്നത്. അപ്പനുള്ളപ്പോൾ അമ്മ വരത്തില്ലല്ലോ ഫ്രെയിമിൽ. അപ്പോൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് ആലൻ പോയി അമ്മേനെ വിളിച്ചുകൊണ്ട് വന്നു. അമ്മയ്ക്കും കേക്കൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. ഡാരലിനും കുക്കൂനുമായിട്ട് ബെഡൊക്കെ എടുത്ത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നീലു ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി ഉറങ്ങിപ്പോയി. ഗുഡ് നൈറ്റ്. അങ്ങനെ പിള്ളേർക്ക് ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് ഞങ്ങളും പോയി കിടക്കുകയാണ്. കുക്കു സാറ് നാളെ സ്കൂളിൽ പോകുന്നില്ല കേട്ടോ. എൻ്റെ പപ്പയുടെ ബർത്ത്ഡേ ആയിട്ട് ഡാരൽ പോകുന്നില്ല. പിന്നെ ഞാൻ എന്തിനു പോകുന്നത്? ഡാരലിന് ആക്ച്വലി 9th എക്സാം കഴിഞ്ഞു 10th ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഇടയ്ക്കുള്ള ബ്രേക്കാണ്. അപ്പോൾ എന്തായാലും എൻ്റെ അപ്പൻ്റെ ബർത്ത്ഡേ ആണ്, ഞാൻ പോകുന്നില്ല എന്നും പറഞ്ഞിട്ടാണ് കിടന്നത്. രാവിലെ ഒരു 10-10:30 ആയിട്ടും പൊങ്ങിയിട്ടില്ല ആരും. വൈകിട്ട് ജ്യൂസൊക്കെ കുടിക്കാൻ പോയതിൻ്റെ വൈകിട്ടല്ല, രാത്രി 12 o'clock പിന്നെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടും ഞങ്ങൾ മേലെ പോയിട്ടുണ്ടെങ്കിൽ ഇവന്മാർ പിന്നെ ഇവിടെ കിടന്ന് വർത്താനമൊക്കെ പറഞ്ഞായിരിക്കും ഉറങ്ങിയിട്ടുണ്ടാവുക. ലില്ലിയമ്മച്ചിക്ക് മേരിക്കുട്ടി ആൻറ്റീനെ കാണാൻ പോകണം. ലില്ലിയമ്മച്ചിയുടെ അനിയത്തിയാണ് മേരിക്കുട്ടി ആൻറ്റി. ആൻറ്റിക്ക് ഒരു സർജറി കഴിഞ്ഞു. അപ്പോൾ അമ്മച്ചിക്ക് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ അതിന് മുമ്പ് അമ്മച്ചി ഇവിടെ മീൻകറിക്ക് അരപ്പെടുത്ത് തരാൻ വന്നതാണ്. ഒരു വലിയ ചൂരയും കുറച്ച് അയിലയാണ് നമ്മൾ ഇന്ന് മേടിച്ചത് കേട്ടോ ഉച്ചയ്ക്കത്തേക്ക്. ഉച്ചയ്ക്ക് മമ്മീൻ്റെ ഡാഡിയും വരില്ല, സ്കൂളിലാണ്. ഞാൻ രാവിലെ എണീറ്റപ്പോൾ ലേറ്റായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞാൽ മമ്മിയുടെ അടുത്ത് ലഞ്ച് കൊണ്ടുവരണ്ട, ഉച്ചയ്ക്ക് ഇവിടെ വന്ന് കഴിച്ചിട്ട് പോകാനെന്ന്. ചേച്ചീൻ്റെ എല്ലാം പിന്നെ നമ്മളെപ്പോലെ ആയതുകൊണ്ട് പതുക്കെയൊക്കെ എണീക്കത്തുള്ളൂ. അവരെ രണ്ടുപേരെയും ഇങ്ങോട്ട് വരുന്നുണ്ട്. ചേച്ചി ഞാൻ എണീറ്റപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു, ഡെല്ലയുടെ പാസ്പോർട്ടിൻ്റെ എന്തോ വെരിഫിക്കേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഇവിടെ ലഞ്ചിന് കാണുമെന്ന്. അപ്പോൾ രാവിലത്തെ ഉപ്പുമാവ് ഉണ്ടാക്കിയ ഈ പാത്രം വേണം, ഇത്തിരി അധികം കറി ഉണ്ടാക്കണമല്ലോ. അമ്മയും ഞാനും ലില്ലിയമ്മച്ചിയൊക്കെ കൂടെ ഞാൻ പോസ്റ്റ് ചെയ്ത എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ കാര്യം, എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ എങ്ങും എത്തിയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ആ പോസ്റ്റൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നീലു പിന്നെ പോയി ഡാരലിനെ വിളിച്ച് എണീപ്പിച്ചു. അവൻ ഇവിടെ നിന്ന് എണീറ്റ് മെത്തയൊക്കെ അകത്ത് വെച്ചിട്ട് വീണ്ടും പോയി കിടക്കുമായിരുന്നു. ക്ഷീണം, എല്ലാവർക്കും ക്ഷീണം. ഞാനിന്ന് ഉപ്മാവിൻ്റെ കൂടെ ബനാന എടുത്തില്ല കേട്ടോ. അമ്മയ്ക്കിപ്പോൾ രാവിലെ എണീറ്റ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് സോൾട്ട് മാംഗോ ട്രീ ആയതുകൊണ്ട് ഞാൻ വീണതിൽ പിന്നെ ഇവിടെ എല്ലാ ദിവസവും ഉപ്മാവാണ്. പിള്ളേർക്ക് ബനാനയും കൂട്ടി കൊടുക്കാമല്ലോ. പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ബനാന നമ്മൾ എടുക്കുന്നുമില്ല. അങ്ങനെ എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കുഴച്ച് കൊടുക്കണം. അങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഓരോ സെറ്റിനും കുഴച്ച് കൊടുത്തു. നിലു ഇപ്പോൾ ഇവരുടെ കൂടെ തന്നെ ഇരുന്ന് കഴിക്കാനായിട്ട് ആരും മാറി തരണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ 2-3 ദിവസമായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനും വിചാരിച്ചു അതങ്ങ് ആ ഒരു ശീലം നല്ലപോലെ വരുന്നെങ്കിൽ അങ്ങ് വരട്ടെ എന്ന്. ഉപ്മാവ് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അടിപൊളിയാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആക്ച്വലി അടിപൊളിയല്ല, തൊള്ളാം എന്നാണ് പറയുന്നത്. നമുക്ക് കായില്ലല്ലോ, കുക്കൂനും കാക്കയ്ക്കും അല്ലേ കായുള്ളൂ. കാക്കയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഓഡിയോയ്ക്കകത്ത് ഒത്തിരി ഡിസ്റ്റർബൻസസ് ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വിൻഡോയും കഥവും ഒക്കെ പൂട്ടിയിട്ടിരിക്കുക. എന്നാലും ഇതിനൊക്കെ നല്ല ഹൈ ഫ്രീക്വൻസി സൗണ്ട് ആയതുകൊണ്ട് അത് കരച്ചിൽ ഫുള്ള് ഇവിടെ കേൾക്കുന്നതാണ് കാക്കേൻ്റെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പുറത്ത് പോയിരുന്ന് മീൻ വെട്ടി. ഞാൻ പിന്നെ കുറച്ച് നേരം ടാബ്ലറ്റ് എടുത്തിട്ട് കാലും പൊക്കി വെച്ച് കുറച്ച് നേരം ഇരുന്നു. അമ്മ ഇടയ്ക്കിടയ്ക്ക് എന്നെ ചീത്ത പറയുന്നുണ്ട് ഇങ്ങനെ എണീറ്റ് നടക്കരുത് എന്നും പറഞ്ഞിട്ട്. പിന്നെ വന്നപ്പോഴത്തേക്ക് ഞാൻ അമ്മേനെ ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ചിട്ട് എനിക്ക് ഇരിക്കുമ്പോൾ കൈയും കാലും കുരുക്കുമല്ലോ. അങ്ങനെ ഞാൻ പൊരിച്ച മീനിന് ഞാൻ അരപ്പെടുക്കാനും പറഞ്ഞിട്ട് ഞാനൊരു പ്ലേറ്റിൽ അയിലക്കകത്തുണ്ടല്ലോ നമ്മൾ ഡയറക്റ്റായിട്ട് പൊടിയിടുമ്പോഴത്തേക്ക് അയിലയുടെ പുറത്തുനിന്ന് എപ്പോഴും തെന്നിപ്പോവും. അപ്പോൾ അതിന് ഞാനൊരു വഴി കണ്ടുപിടിച്ചു. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും സാദാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് വിനാഗിരിയും ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കുഴച്ചിട്ട് അത് അയിലേൻ്റെ പുറത്തോട്ട് തേച്ചു. അങ്ങനെ തേക്കുമ്പോൾ അതിൽ പിടിച്ചിരിപ്പുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് പിടിക്കത്തില്ല, അയിലയുടെ പുറത്ത് മസാല പിടിക്കത്തില്ല. മീനിൽ അരപ്പൊക്കെ നന്നായിട്ട് പുരട്ടിയിട്ട് അത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചു. അധിക സമയമില്ല, ഇപ്പം തന്നെ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ മീൻ വറുക്കാനായിട്ടൊരു ചെറിയ ഗ്യാപ്പ് ഞാൻ എടുത്തു, മസാല ഒന്ന് പിടിക്കട്ടെ എന്ന് കരുതിയിട്ട്. ലില്ലിയമ്മച്ചി എടുത്ത അരപ്പിൽ അമ്മ അരച്ച് വെച്ച കറി ഇതേ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം മീൻ ഇട്ട് കൊടുത്തു. മാങ്ങയുണ്ട് കേട്ടോ, കറിയിൽ മാങ്ങ ഇട്ടിട്ടാണ് വെക്കുന്നത്. പക്ഷേ മാങ്ങ ലാസ്റ്റ് ഇടുന്നുള്ളൂ, പെട്ടെന്ന് വേവുന്ന മാങ്ങയുടെ ഒരു പീസ് കുറച്ച് പരലുപ്പ് എടുത്ത് മേളിൽ വെച്ചിട്ടാണ് ഞാൻ ഈ മുണുങ്ങുന്ന സീനാണ് നിങ്ങളെ ഇപ്പോൾ കാണിച്ചത്. പൊടിയുപ്പും മുളക് പൊടിയും ഇട്ട് മാങ്ങ തിന്നുന്നതിനേക്കാളും ഒരു ടേസ്റ്റാണ് ഈ വെറും പരലുപ്പ് മാങ്ങയുടെ പുറത്ത് 2-3 വെച്ചിട്ടിങ്ങനെ കറുമുറ കടിച്ച് തിന്നുന്നത്. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഞാൻ രാവിലത്തെ ടാബ്ലറ്റ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതിനുള്ള പാരിതോഷികമാണ് എനിക്ക് അമ്മ തന്നുകൊണ്ടിരിക്കുന്നത്. ആ ചെറുക്കനും നിൻ്റെ അപ്പനും ഒക്കെ ഇങ്ങനെ ഡെയിലി കൊണ്ടുപോയി ഡ്രസ്സ് ചെയ്യുന്നു, എന്നിട്ട് നീ അത് നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. മീൻ വറുക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് റെഡിയാക്കിയപ്പോഴത്തേക്ക് മീൻകറി നല്ല രീതിക്ക് തിളച്ച് വന്നു, മാങ്ങയൊക്കെ വെന്തു. അപ്പോൾ ഞാനിങ്ങനെ ടേസ്റ്റ് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു 2-3 പ്രാവശ്യം സ്പൂൺ എടുത്തത് കഴിച്ചു. കുക്കൂന്നില്ലോ കണ്ടാൽ ഇപ്പോൾ വരും. 2 പേർക്കും ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത്, ആ കറി ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. എന്നിട്ട് വറുക്കാനുള്ള മീൻ ഒരു 4-5 വാലോ 4 അയിലത്തലയോ മറ്റോ ഉണ്ട്. അങ്ങനെ എല്ലാവരെയും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് അതിലങ്ങ് കിടത്തി നമ്മുടെ മീൻ കറിയും റെഡിയായി, മീൻ വറുത്തതും റെഡിയായി. വെജിറ്റബിൾ വേണമല്ലോ,
അപ്പോഴത്തേക്ക് ഫ്രിഡ്ജിലിരുന്ന പച്ചക്ക ഞാൻ എടുത്തിട്ട് അത് അരിഞ്ഞുകൊണ്ടിരിക്കുക. അമ്മ ഇന്നലെ വീടൊക്കെ തുടച്ചായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ അതേ മുറ്റമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ചൂലും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന പണിയല്ലേ. അങ്ങനെ ഞാൻ പച്ചക്കായും ഒരു അര സവാളയും 2-3 കാന്താരി മുളകും കൂടെ അരിഞ്ഞെടുത്തു. പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ വാരിയിട്ട് അതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. നമ്മൾ ആ പിരിയമുളക് വെച്ചിരുന്ന ഡബ്ബയിൽ കുറച്ച് പൊടിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ അത് കൈ ഇങ്ങനെ അരിപ്പ പോലെ വെച്ചിട്ട് തട്ടുമ്പോഴത്തേക്ക് അതിങ്ങനെ ഫ്ലേക്സ് ആയിട്ട് വന്ന് വീഴുമല്ലോ. പിന്നെ ഇത്തിരി ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും നിറത്തിന് വേണ്ടിയിട്ട്. അധികം എരിവ് വരാണ്ടിരിക്കാൻ. ചേച്ചിയും ഡെല്ലയും ഒന്നും ഒരുപാട് എരിവ് കഴിക്കത്തില്ല. അതുകൊണ്ടാണ് ചൂര തന്നെ തേങ്ങ അരച്ച് വെച്ചത്. നമ്മളൊക്കെ കൂട്ടുന്ന അത്ര എരിവ് കൂട്ടത്തില്ല. ഡെല്ല പ്രത്യേകിച്ച് ഒക്കെ എരിവ് പറ്റത്തില്ല. ഇനി ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കി വെജിറ്റബിൾ അവിടെ ഒരു സൈഡിൽ സെറ്റായപ്പോഴത്തേക്ക് ഒരു പാത്രം എടുത്തിട്ട് ഞാൻ മീൻ വറുത്തത് ഇപ്പോൾ അത്യാവശ്യം തണുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി അതും അങ്ങോട്ടേക്ക് മാറ്റി വെച്ചു. ഇതെല്ലാം ഇപ്പോൾ ടേബിളിൽ കൊണ്ട് വെക്കാമല്ലോ. മാക്സിമം പാത്രങ്ങൾ ഇവിടെ കഴുകിയും ഉണക്കിയൊക്കെ മാറ്റിയാൽ വൈകുന്നേരം നമ്മൾ ചിക്കൻ കറിയും ചപ്പാത്തിയും സാലഡുമാണ്. അപ്പോൾ അതിനുള്ള സ്പേസ് ഇവിടെ വേണമല്ലോ. എല്ലാം കൂടെ ഇരുന്ന് വലിയ പാത്രങ്ങളായാലും മൊത്തം ക്ലട്ടേർഡാവും. ഈ ഫ്രെയിം ചരിഞ്ഞിരിക്കുന്നത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത്. അതെങ്ങനെയും ചരിഞ്ഞ് പോയി. ഇനിയിപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ഫ്ലിപ്കാർട്ടിൽ ടാപ്പിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മേടിച്ചിരുന്നു. അതില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. 2-3 വാങ്ങിച്ച് പാളി. ഇതിപ്പോൾ ഞാൻ കുറേ റിവ്യൂ ഒക്കെ നോക്കി കൊള്ളാമെന്ന് കണ്ടതുകൊണ്ട് മേടിച്ചതാണ്. പൈപ്പിൻ്റെ അറ്റത്ത് പിടിപ്പിക്കുന്നത്. എനിക്ക് ഷവർ പോലെ വരണം വെള്ളം പാത്രമൊക്കെ കഴുകുമ്പോഴത്തേക്ക്. അതാണ് എൻ്റെ ഒരു ബൂട്ടി. അങ്ങനെ അത് അലനെ കൊണ്ട് ഫിറ്റ് ചെയ്യിപ്പിച്ചു. അതൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ ലഞ്ച് കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഓരോന്ന് വിധം പാക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് കൊടുത്തു. പാക്ക് ചെയ്തെന്ന് പാത്രത്തിലാക്കി അങ്ങോട്ട് കൊടുത്തു. പച്ചക്കായും ഞാനൊരു ചെറിയ പാത്രത്തിൽ മാറ്റി. കാർന്നൂർ വീണ്ടും ഇരിപ്പുണ്ട് തനിയെ കഴിക്കാമെന്നും പറഞ്ഞിട്ട്. അവനുള്ള ചോറൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. 2-3 പീസ് മീനും ഞാനിങ്ങനെ കിള്ളി ആ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറും തിന്നു. ഇടയ്ക്ക് അതിൻ്റെ അകത്ത് നിന്ന് മീനും ഒക്കെ പറക്കി തിന്നുന്നുണ്ടായിരുന്നു. ചോറും തൊള്ളാം കേട്ടോ, ഞങ്ങളുടെ ചോറും തൊള്ളാം. അവരെല്ലാവരും ലഞ്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മുള്ളിൻ്റെ പീസസ്, അതായത് തലയുടെ അറ്റവും വാലിൻ്റെ അറ്റവും എല്ലാം വറുത്ത മീനിലും കറി വെച്ച മീനിലും ഒക്കെ ഉണ്ട്. ഞാനും അമ്മയും കൂടി ഇരുന്നിട്ട് ഒരു പിടി പിടിച്ചു. ചേച്ചീനെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നതായിരുന്നു കഴിക്കാനായിട്ട്. പക്ഷേ ഇവർ ബാക്കി വെച്ചത്, അലൻ കുറച്ച് ബാക്കി വെച്ചു, കുക്ക് ബാക്കി വെച്ചു. അതെല്ലാം കൂടി എടുത്തിട്ടാണ് ഞാൻ കഴിച്ചത്. പിന്നെ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ലേറ്റാവും, അങ്ങോട്ടേക്ക് ഇറങ്ങുന്നതേ ഉള്ളൂ എന്നാണ് മറ്റോ പറഞ്ഞത്. 1:30-2 മണിയൊക്കെ എന്തായാലും ആവുമെന്ന് പറഞ്ഞു. 1:30 ആവും തോന്നുന്നു തുടങ്ങാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് സൗണ്ട് ഇല്ലാതെ ഒരുത്തൻ്റെ അടുത്ത് കഥ അടയ്ക്കാൻ പറഞ്ഞതാണ്. ആ ചെറുത് ഉറങ്ങി തുടങ്ങിയതായിരുന്നു. അവൻ പിന്നെ എണീറ്റു. പിന്നെ അമ്മ ഇങ്ങനെയൊക്കെ അവനെ ഉറക്കി. ഞാനും കുറച്ച് കിടന്നു. അപ്പോഴത്തേക്ക് ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് ഞാൻ എണീറ്റ് വന്നു. ഇതെല്ലാം എൻ്റെ കാല് മുറിഞ്ഞ പിന്നെ എന്നെ ഇപ്പോഴാട്ടോ കാണുന്നത്. അപ്പോൾ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും കേട്ടോ, മാമി എവിടെയെങ്കിലും ഇരിക്കുക, നടക്കണ്ട എന്നൊക്കെ. അത് കുറച്ച് എന്നെപ്പോലെ ഒരു ഇമോഷണൽ ബീയിങ് ആണ്. എല്ലാം ഇങ്ങനെ ഷീ കാൺ സിമ്പത്തൈസ്, ഷീ വിൽ എമ്പത്തൈസ്. അതാണ് അവളുടെയും പ്രശ്നം. അങ്ങനെ അവൾ ചോറെടുത്ത് അപ്പുറത്ത് ഡാരലിൻ്റെയും ഡെല്ലയുടെയും കൂടി ഇരിപ്പുണ്ട്. ചേച്ചിയും ഭക്ഷണം എടുത്തു. ഞങ്ങൾ എന്തൊക്കെയോ കത്തിയൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്ക് അമ്മ എല്ലാവർക്കും ചായ കയ്യിൽ കൊണ്ട് തന്നിട്ടാണ് പിരിവിനായിട്ട് പോയത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ ചിക്കൻ കറി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. ഷെഫ് ചേച്ചി, ഞാൻ കൈയാൾ. അപ്പോൾ എണ്ണ ആദ്യം വെക്കാൻ പറഞ്ഞു കേട്ടോ. നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ടല്ലോ. അപ്പോൾ ഉള്ളി മൂത്ത് വരാനായിട്ട് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ചോപ്പറിൽ ഓരോ സെറ്റ് ഉള്ളി ഇങ്ങനെ അതുപോലെ കട്ട് ചെയ്തിട്ട് ഞാനത് ഓയിലിലോട്ടിടും. കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത്. അതൊന്ന് വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പോയി കിണ്ടും. ഇതിനിടയ്ക്ക് കുറച്ച് പേര് കടപ്പുറത്ത് കളിക്കാൻ പോയിട്ട് പാൻറ്റൊക്കെ നനച്ചിട്ട് വന്നിട്ടുണ്ട്. എല്ലാണവും കടലിലിറങ്ങി. പകുതി നനഞ്ഞിട്ട് തിരിച്ച് പെർമിഷൻ ചോദിക്കാൻ വന്നേക്കുക, ബാക്കി നനഞ്ഞോട്ടേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അലമാമനെ വിളിച്ചിട്ട് കൂടെ വരുന്നുണ്ടെങ്കിൽ പോവാൻ. അങ്ങനെ ഫോൺ എടുത്ത് വിളിച്ചപ്പോൾ അലൻ നല്ല ഉറക്കം, എണീക്കുന്നില്ല, ടയർഡായിട്ട് കിടക്കുക. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു പോയി കണ്ണനെയോ അല്ലെങ്കിൽ എബീനെയോ വിച്ചുവിനെയോ ആരെങ്കിലും വിളിക്ക്, അവരാരും ഇല്ലാതെ പോകണ്ടാന്ന്. അങ്ങനെ ആൾക്കാരെല്ലാം കൂടെ പോയിട്ടുണ്ട് പെർമിഷൻ ചോദിക്കാനായിട്ട്. സേറയും ഡെല്ലേ ഇറങ്ങുന്നില്ല. അപ്പോൾ ഞാൻ സേറയടുത്ത് പറഞ്ഞു, സേറ നോക്കണം ഇവരാരും ഇല്ലാതെ ഇറങ്ങല്ലേന്ന്. അതാണ് സേറമോള് തലയാട്ടി കൊണ്ടുപോയത്. സേറ എവിടെയെന്ന് കമൻറ്റൊക്കെ ചോദിച്ചായിരുന്നു. സേറമോള് ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് വിച്ചുവിനും എബിക്കും വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. അവന്മാരവിടെ കഥകിനെ വാർണിഷ് അടിച്ചുകൊണ്ടിരിക്കുക. കണ്ണമോൻ അവിടെ ഇല്ല, ആങ്ങള, അതായത് എൻ്റെ ബ്രദർ അവിടെ ഇല്ല, അവൻ പുറത്ത് പോയിരിക്കുക. അങ്ങനെ അവൻ്റെ കസിനാണ് എബിയും. പിന്നെ നമ്മുടെ കേബിളിൻ്റെ അവിടെ വർക്കിന് നിൽക്കുന്നതാണ് വിച്ചു. ഈ ആർച്ച് സെൻറ്റ് ആൻ്റണിയുടെ കുരിശടിയുടെ പെരുന്നാളിൻ്റെയാണ് കേട്ടോ. അത് മാർച്ച് 1-ാം തീയതിയാണ് പെരുന്നാൾ. എൻ്റെ കാലം കൊണ്ട് എനിക്ക് പോകാനൊന്നും പറ്റത്തില്ലല്ലോ. ലില്ലിയും ചിതേ അവിടെ മാമിയായിട്ട് വർത്താനം പറഞ്ഞിരിപ്പുണ്ട് പറമ്പിൽ. സേറ അവിടെ നിലുവിൻ്റെ കൂടെ ഇരുന്ന് കാർത്തു കാണുന്നുണ്ട്. അവനെ ഓരോ പറയുന്നതനുസരിച്ച് ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കണം. ഇതെല്ലാം പിന്നെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് പോരുന്നു കേട്ടോ. ചിക്കൻ കറിയിലെ പൊടികളായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും ഇത്തിരി ഗരം മസാലയും കൂടി ഇടുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്.
പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് ഇത് നല്ല രീതിയിലൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും ചേച്ചി അവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചേച്ചി സാലഡിനുള്ളത് അരിഞ്ഞുകൊണ്ടിരിക്കുക. എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാലഡിന് ആകെ ഇവിടെ ഒരു കുക്കുംബറും മറ്റോ അങ്ങോട്ട് കിടപ്പുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു കുക്കുംബറും ക്യാരറ്റും കൂടെ മേടിച്ചുകൊണ്ട് വന്നു. ചേച്ചി അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് പൊരിക്കുന്ന എന്തോ ഒരു ഫ്രോസൻ്റെ ഒരു പാക്കേജും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഈ കറിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് അതിൻ്റെ സൈഡിലേക്ക് വെച്ച് ചെയ്യാമെന്ന് കരുതി. അരപ്പും തക്കാളിയും ഒക്കെ ഒന്ന് നല്ല രീതിയിൽ വെന്ത് കഴിഞ്ഞപ്പോഴേക്ക് ഞാനിതിൽ ചിക്കനും ആഡ് ചെയ്ത് കൊടുത്തു. ചിക്കൻ ഫ്രീസറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് ഇപ്പോൾ എന്തായാലും മെൽറ്റായിട്ടുണ്ട്, നല്ല രീതിയിൽ മെൽറ്റായി. കുറച്ച് നേരം അമ്മ പോയപ്പോൾ എങ്ങനെ എടുത്ത് വെച്ചെന്ന് തോന്നുന്നു. അങ്ങനെ ചിക്കനൊക്കെ ആഡ് ചെയ്തു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇത്തിരി ചൂടുവെള്ളം ഒഴിക്കണം. കെറ്റിലിൽ കുറച്ച് വെള്ളം ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഡെല്ലൂസ് അപ്പോഴേക്ക് കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അവളുടെ പാൻറ്റ് നല്ല രീതിക്ക് നനഞ്ഞിട്ടുണ്ടായിരുന്നു, നിറച്ച് മണ്ണ് പോക്കറ്റിലൊക്കെ. അങ്ങനെ എൻ്റെ ഒരു സെറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് ആളിറങ്ങി. കെറ്റിലിലെ വെള്ളം ഞാൻ ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു. ഇനി അതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കുക്കറിലിടാം, എന്നാലും അങ്ങനെ വെച്ച് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. കടലിൽ കുളിക്കാൻ / കളിക്കാൻ പോയവരൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട്. ആ മാനത്തുനിന്ന് പൊട്ടി വീണത് കുക്കുവാണ്, മറ്റേത് നോവ. അവർക്കുള്ള ഡ്രസ്സും ഒക്കെ ഞാൻ അവിടെ എടുത്തു വെച്ചു. അപ്പോഴേക്ക് മമ്മിയും ഡാഡിയും എത്തി. മമ്മിയും ഡാഡിയും രാവിലെ സ്കൂളിലേക്ക് വന്നപ്പോഴേ ചേട്ടൻ അവിടെ കൊണ്ടുവച്ചിരുന്ന ഒരു കേക്ക് മിക്സ് കൊണ്ടുവന്നിരുന്നു. അതാണ് അവൻ്റെ പുറത്തിരിക്കുന്നത്. അത് ഡാഡിൽ സ്കൂളിൽ പോയി സൈക്കിളിൽ പോയി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മാറിയിട്ട് വേണം ബേക്കറിന് ഇന്ന് കട്ട് ചെയ്യാനുള്ള കേക്ക് ഉണ്ടാക്കാൻ. ഇന്നലെ ചോക്ലേറ്റ് കേക്കായിരുന്നു, ഇതിപ്പോൾ വാനില മിക്സാണ്. ചേച്ചി സാലഡിന് ഉപ്പും ഒലിവ് ഓയിലും പെപ്പറും കൂടെ ആഡ് ചെയ്തു. ഡാരിൽ ഇന്നലെ കേക്ക് ഉണ്ടാക്കിയപ്പോൾ ഇട്ടിരുന്നത് ആലൻ്റെ ഡ്രസ്സ് തന്നെയാണ്. ഇന്നിപ്പോൾ കുളി കഴിഞ്ഞിട്ട് അവനിടാൻ ഡ്രസ്സിനായിട്ട് ആലനെ ഉണർത്തേണ്ടി വന്നു. അങ്ങനെ ആലൻ എണീറ്റു, നല്ല ഉറക്കമായിരുന്നു. ആലൻ്റെ ഡ്രസ്സ് അവന് സ്യൂട്ടാവും. നമ്മുടെ ചിക്കൻ കറി ഏതാണ്ട് ഒരു പരുവമായി സെറ്റാവുന്നുണ്ട്. ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫ്രോസൺ ചിക്കൻ പീസസ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്കുള്ളതിൽ ഏറ്റവും വിസ്താരമുള്ളൊരു പാൻ തന്നെ എടുത്തു. ഇത് 10 പീസസ് ഉണ്ട്. അപ്പോൾ ഒറ്റ ട്രിപ്പിനാവാനായിട്ട് അതിൻ്റെ അകത്ത് തന്നെ എല്ലാം കൂടെ അടുക്കി വെച്ചു. ആലൻ്റെ ക്യാപ്പാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവന് കണ്ണ് കാണുന്നില്ല. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ വന്ന് മറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ അവനെ ക്യാമറയിൽ കാണട്ടെ എന്നും കരുതിയിട്ട് മമ്മി ക്യാപ്പ് എടുത്ത് നിവർത്തി വെച്ചതാണ്. അങ്ങനെ ഞങ്ങളുടെ കുക്കിംഗ് പരിപാടികളൊക്കെ ഏകദേശം ഒതുങ്ങിയ സ്ഥിതിക്ക് നമ്മുടെ ബേക്കർ അടുത്ത കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ബാറ്ററൊക്കെ റെഡിയാക്കി ബട്ടറൊക്കെ തേച്ച് നമ്മൾ വീണ്ടും ഇന്ന് വൈകുന്നേരം കട്ട് ചെയ്യാനുള്ള കേക്ക് അവനിലാക്കി. ഇപ്പുറത്ത് ചിക്കൻ കറിയും റെഡിയായി, മേളിലിച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടു. അപ്പുറത്ത് ഫ്രൈയും റെഡിയായി. കേക്ക് അവനിൽ കയറിയിട്ടേ ഉള്ളൂ. അതിന് സെറ്റ് ആവണമെങ്കിൽ ഒരു 10-15 മിനിറ്റ്സ് എടുക്കും. പ്ലസ് നമ്മളത് ഇന്നലത്തെ പോലെ ലെയറാക്കി അതിനിടയ്ക്ക് വിപ്പിംഗ് ക്രീമൊക്കെ വെക്കുകയും വേണം. ഞങ്ങൾ വെറുതെ കുറച്ച് കാര്യം പറഞ്ഞിരുന്നു. കാല് വയ്യാത്തത് ഇത്ര നേരം ചെക്കൻ ചെയ്തിട്ട് ഇപ്പൊ ചെക്കനെ കൊണ്ട് ഞാൻ ഇത്ര നേരം കണ്ടുകൂടെ മറ്റു ചിരിച്ചോണ്ട് കള്ളപ്പന്നി അത് വിചാരിച്ചിട്ടായിരിക്കും ഇവരെ വിളിച്ചത്. അവിടെ പിടിക്കുന്നില്ല. ഇവൻ പറഞ്ഞതുകൊണ്ട് ആരെ ഇരിച്ചെന്ന് മനസ്സിലാവില്ല. എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ. കേക്ക് അവന് വെളിയിലെടുത്തു. അപ്പോൾ അതൊന്ന് കൂൾ ഡൗൺ ചെയ്യാനായിട്ട് നമുക്കിനി വെയിറ്റ് ചെയ്യാൻ അധികം സമയമില്ലാത്തതുകൊണ്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഞാൻ അതിൻ്റെ പുറത്തേക്ക് അതിറക്കി വെച്ചു. ഇവിടെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ടിവിയും ഫോണും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇനി പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ചെവിതല കേൾക്കത്തില്ല. അതിന് മുമ്പുള്ള ശാന്തതയായിട്ട് കൂട്ടിയാൽ മതി. അങ്ങനെ കട്ട് ചെയ്ത കേക്ക് എന്തായാലും കറക്റ്റ് 2 ലെയർ ഇങ്ങനെ ജില്ലിയംഷ് ഉണ്ടാക്കുന്ന വട്ടയപ്പം പോലെ ഉണ്ട്, നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട്. അതിന് പുറത്തേക്ക് ഡയറിൽ വിപ്പിംഗ് ക്രീമൊക്കെ വെച്ച് അത് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ടോപ്പിങ്സിനായിട്ട് ഇന്ന് നമ്മുടെ കയ്യിൽ ജെംസൊന്നും ഇരിപ്പില്ല, ആകെയുള്ളത് ചോക്ലേറ്റ് സിറപ്പാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ സിക്സാക്കായിട്ട് കുറച്ച് ലൈൻസ് ഇടാമെന്ന് കരുതി. അതാണ് ഇന്നത്തെ ഡെക്കറേഷൻ. ഹാപ്പി ബർത്ത്ഡേ എന്നൊന്നും എഴുതാനായിട്ട് ഈ സാധനം കൊണ്ട് പറ്റത്തില്ല. മൈലാഞ്ചി ഉണ്ടായിരുന്നെങ്കിൽ എഴുതായിരുന്നു, അല്ലെങ്കിൽ അതുപോലെ കോണാക്കി എടുക്കണം. അതിനും ഇനി എനിക്ക് വയ്യ. അതുകൊണ്ട് ഇത് ഇങ്ങനെ അങ്ങ് ഡെക്കറേറ്റ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഇന്നത്തെ കേക്ക് കട്ടിങ്ങും വെളിയിൽ വെച്ചിട്ടാണ് കേട്ടോ. അടുത്ത കേക്ക് കട്ട് ചെയ്യാം. കേക്ക് കട്ട് ചെയ്യാനായിട്ടുള്ള പാട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ഡാഡ് ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഡാരൽ എന്ന് പറഞ്ഞു കേട്ടോ. അതാണ് ഇപ്പോൾ ഇവിടുത്തെ കൂട്ടച്ചിരി. അയ്യോ ഇത് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് ആലല്ലോ. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വെളിയിൽ വർത്താനമൊക്കെ പറഞ്ഞിട്ടിരുന്നു. നമുക്ക് ഡിന്നർ കഴിക്കാനായിട്ട് ഇത്തിരി സമയം കൂടെ ഉണ്ട്.
അപ്പോൾ ചപ്പാത്തി ചെയ്യണം, റെഡി ടു കുക്കാണ്. അപ്പോൾ ചേച്ചി ഇതേ പിന്നെയും കിച്ചണിൽ കയറിയിട്ടുണ്ട് ചപ്പാത്തി ചെയ്യാനായിട്ട്. മമ്മി പിള്ളേർക്കുള്ള ഫുഡൊക്കെ എടുത്ത് കൊടുക്കണം കേട്ടോ. ഞങ്ങൾ കഴിക്കാനായിട്ട് സിമ്പിൾ വരാനുണ്ട്. അത് ഞാൻ മുൻപത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ലേറ്റായി കമ്മിങ് മാനിയാണ്. സിമ്പിളും ആൻറ്റിയൊക്കെ ഇങ്ങെത്താനായിട്ട് ഇത്തിരി ലേറ്റാവും. അപ്പോൾ ഞാനും ചേച്ചിയൊക്കെ അന്നേരം കഴിക്കാമെന്നും കരുതിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ മീൻ വൈൽ ഫ്രൈഡ് ചിക്കൻ്റെ ഒരു 3 പീസ് ഞങ്ങൾ എടുത്ത് മയണൈസും സോസും ഒക്കെ ആയിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. ഇവർ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ പാത്രത്തിൽ ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ അത് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഡാരലിൻ്റെ പാത്രത്തിൽ സോസും മയണൈസും കുറച്ച് അധികം ഉണ്ടായിരുന്നു. ചിക്കൻ ഞാൻ അതിൽ ഡിപ്പ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലതേ ഷെർലാൻഡിയും സിമ്പിളും മോനുവും ജിയയൊക്കെ എത്തിയിട്ടുണ്ട്. മമ്മിയുടെ ചേച്ചിയാണ് കേട്ടോ ഷെർലാൻഡി. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ അനിയത്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ തിരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനും ചേച്ചിയും സിമ്പിളും ഒക്കെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ദ ഹൗസ് വിൽ ഗെറ്റ് ലൗഡർ. എൻ്റെ കാല് പോലെ തന്നെ ചേച്ചിയുടെ കാല് പഞ്ചറാണ്, സിമ്പിളിൻ്റെ കൈ. കൈയും പ്ലേറ്റും ഒക്കെ ഉണങ്ങുന്ന 3 കൂടെ എണീറ്റ് പോക്കോന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് എണീറ്റു. അത് കഴിഞ്ഞ് ആലനും ഡാഡയും കൂടെ കഴിക്കാനിരുന്നു. അപ്പം ഞങ്ങൾ തിരിച്ചു പോയി കേട്ടോ. ഡൈനിങ് ടേബിളൊന്നും അടിച്ചിറക്കിയെങ്കിലും ഞങ്ങൾ തിരിച്ചു വന്ന് സിറ്റ് ഔട്ടിലിരുന്ന് ബാക്കി പരിപാടി തുടങ്ങി. ഇവർ കടലിൽ കുളിച്ച ഡ്രസ്സൊക്കെ മമ്മി കൊണ്ടുപോകാനായിട്ട് ഒരു പോളിത്തീൻ കവറിലാക്കിയതാണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ കുരുപ്പ് അതിന് സമ്മതിക്കുന്നില്ല. അവൻ ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ തിരിച്ചാ കവർ കൊണ്ട് അകത്ത് വയ്ക്കും. ദെൻ വി വർ വെയിറ്റിംഗ് ഫോർ ദിയാസ് കോൾ. ആൾ ജയ്പൂരാണ്, സിമ്പിളിൻ്റെ മൂത്ത മോൾ. അവൾ 10 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് ഹോസ്റ്റലിൽ ഫ്രീ ആയിട്ട് വിളിക്കും. നിനക്ക് സോളിന് വേണോ വേണ്ടേ കൊണ്ടുപോയി പമ്പത്ത് പോയി. അങ്ങ് ജയ്പൂർ എന്നുള്ളൊരു ഹലോ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കേട്ടത്. നിലു ആണെങ്കിൽ ആ ഫോൺ ആരുടെ കയ്യിലും കൊടുക്കത്തില്ല. ഡെല്ലയും ഡാരലും അലനും സംസാരിച്ചാൽ മതി, ബാക്കി ആർക്കും കൊടുക്കുന്നില്ല. പിന്നെയും അങ്ങനെ കുറേ നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. വെക്കേഷനെ പറ്റിയും വെക്കേഷന് ട്രിപ്പ് പോണതിനെ പറ്റിയൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് അങ്ങനെ അങ്ങിരുന്നു. ആഫ്റ്റർ ഓൾ ഇറ്റ് ഈസ് ശിവരാത്രി, ഉറങ്ങാതിരിക്കാനുള്ള രാത്രിയാണല്ലോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.